അതുവരെ അടങ്ങി നിന്നിരുന്ന അച്ചു ബാക്കി പറയുന്നതിനു മുന്നേ കാറ്റുപോലെ പാഞ്ഞു വന്ന് ബദ്രിയെ കാറിനോട് ചേർത്ത് നിർത്തി. അച്ചുവിൻ്റെ കൈ ബദ്രിയുടെ കഴുത്തിൽ മുറുകുന്നുണ്ടെങ്കിലും കണ്ണിലെ ദേഷ്യത്തിന് അല്പം പോലും ശമനമില്ലായിരുന്നു രണ്ടുപേരിലും. അച്ചൂടാ, എന്താ ഇത്? കൈയെടുക്ക്. ആനി ആവുന്നത്ര തടയാൻ ശ്രമിക്കുന്നെങ്കിലും അതെല്ലാം വിഫലമായി പോയി. ശ്വാസം തടഞ്ഞതും ബദ്രി അവനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളി. വീഴാതിരിക്കാൻ ഹാനി അച്ചുവിനെ താങ്ങി നിർത്തി. ബദ്രിയുടെ അടുക്കെ നടക്കാനൊരുങ്ങവേ ഹാനി തടഞ്ഞു നിർത്തി. വശമില്ലാതെ അടികിട്ടിയാൽ അച്ചുവിന് എന്തെങ്കിലും പറ്റുമോ എന്നവൻ ഭയന്നിരുന്നു. ഹാനിയുടെ കൈ തട്ടിമാറ്റി അച്ചു കാറിൽ കയറി പോകുന്നതിനു മുന്നേ ബദ്രിയെ ഒന്ന് കനപ്പിച്ചു നോക്കി. അവൻ എന്തൊക്കെയോ ബദ്രിയോട് പറയണമെന്നും വെല്ലുവിളിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ പറയുന്നതിനേക്കാൾ പ്രവർത്തിച്ച് കാണിക്കാം എന്ന് മനസ്സിൽ മൊഴിഞ്ഞ് അവനെ നോക്കി പുച്ഛിച്ച് വണ്ടി പറപ്പിച്ചു. അപ്പോഴും ബദ്രി പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായും അച്ചുവിന് മനസ്സിലായിരുന്നില്ല. നിന്നോടല്ലേ കുറെ നേരമായി സംസാരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറയടാ. മിണ്ടാതിരിക്കട തെണ്ടി, വണ്ടി ഓടിക്കുന്ന കണ്ടില്ലേ? ഓ, അപ്പോൾ ഏമാൻ്റെ നാവ് അവിടെ തന്നെ ഉണ്ടല്ലേ? ഇപ്പൊ കാണിക്കുന്നില്ലേ ഈ രോഷം ഒക്കെ? ബദ്രിയുടെ മുന്നിലായിരുന്നപ്പോൾ എവിടെയായിരുന്നു? എന്താ അവനെ കണ്ടപ്പോൾ പേടിച്ചോ? ഹാനി ചുണ്ടുകൂട്ടി പറഞ്ഞ് തിരിഞ്ഞിരുന്നു. അച്ചു ഒന്ന് പുഞ്ചിരിച്ചു ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കൊടുത്തു. മനസ്സിൽ ചിലതൊക്കെ കണക്ക് കൂട്ടിയിരുന്നു അച്ചു. അല്ല അച്ചു, ഒരു സംശയം. കുറച്ച് സമയം കഴിഞ്ഞ് ഹാനി വീണ്ടും പറഞ്ഞതും അച്ചു എന്താ എന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. നിനക്ക് ശിവയെ ശരിക്കും ഇഷ്ടമാണോ? അതോ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ അവളോട് അടുപ്പുള്ളതുപോലെ കാണിക്കുന്നത്? നിനക്കെന്തു തോന്നുന്നു? അതിപ്പോൾ ചില നേരം ഇഷ്ടമാണെന്ന് തോന്നും, ചിലപ്പോൾ എന്തോ മനസ്സിൽ വെച്ചിട്ട് അവളോട് അഭിനയിക്കുന്നതാണെന്ന്. പക്ഷേ അവളെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടിയ അതൊരു ഭാഗ്യ. ഹാനി ഒരു ചിരിയാലെ അത് പറഞ്ഞു നിർത്തിയതും അച്ചുവിൻ്റെ ചുണ്ടിലും ആ പുഞ്ചിരി പടർന്നു. അല്ലി, ആരാ വന്നത് നോക്കിയേ? പുറത്താരോ കോളിംഗ് ബെല്ലടിച്ചതും ശിവ സോഫയിൽ കിടന്ന് അല്ലിയോടായി വിളിച്ചു പറഞ്ഞു. റന, നോക്കിയേ ആരാണെന്ന്. ശിവ, ആരാ വന്നേ? അല്ലി റനയോടും റന വീണ്ടും തിരിഞ്ഞ് ശിവയോടും വിളിച്ചു പറയുന്നത് കേട്ട് ശിവ പല്ല് കടിച്ചു. ഇവളോടൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയം എനിക്ക് തന്നെ നോക്കിയാൽ പോരായിരുന്നു എന്ന് ചിന്തിച്ചവൾ ഡോറ് തുറന്നു. മുന്നിലായി നിൽക്കുന്ന ദക്ഷയെ കണ്ട് ശിവ ഒന്ന് നെറ്റിച്ചുളിച്ചു. എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ അവൾക്ക് തോന്നി. ഞാൻ ദക്ഷ, ഇവിടെ അടുത്ത റൂമിലാ താമസം. ദക്ഷ അവളെ പരിചയപ്പെടുത്തിയതും ശിവ ഒന്ന് പുഞ്ചിരിച്ചു അവളെ ഉള്ളിലേക്ക് കയറ്റി. അപ്പോഴേക്കും അല്ലിയും റനയും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ദക്ഷ ഒന്ന് ചിരിച്ചു കൊടുത്തു. അടുത്ത റൂമിലെയാ, നമ്മളെ പരിചയപ്പെടാൻ വന്നതാ. കണ്ണുകൊണ്ട് അതാര എന്ന് ചോദിക്കുന്ന റനയോട് ശിവ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ഞാൻ ശിവ, ഇത് റന, ഇതല്ലി. നമ്മളെല്ലാവരെയും ദക്ഷ മാഡത്തിന് അറിയാം, പ്രത്യേകിച്ച് നിന്നെ. ശിവ ദക്ഷക്ക് അവരെ പരിചയപ്പെടുത്തിയതും അല്ലി ശിവയോടായി പറഞ്ഞു. സംശയത്തോടെ നോക്കുന്ന അവൾക്ക് ബാക്കിയും കൂടി പറഞ്ഞ് പൂർത്തിയാക്കി കൊടുത്തു. AN ഗ്രൂപ്പ്സിലാണ് വർക്ക് ചെയ്യുന്നത്, ബദ്രിനാഥിൻ്റെ പാർട്ട്ണറായിട്ട് അല്ലേ? ഒരു പ്രത്യേക ഭാവത്തോടെ അല്ലി പറഞ്ഞതും ശിവ ദക്ഷയെ നോക്കി. തന്നെപ്പറ്റി ദക്ഷക്കറിയുമോ എന്ന കാര്യത്തിൽ അവൾക്ക് സംശയം തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ സംസാരത്തിൽ ബദ്രിയെയോ മറ്റ് പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്താതെ സംസാരം തുടർന്നു. ദക്ഷയ്ക്ക് ശിവയുടെ പെരുമാറ്റം ഒരുപാട് ഇഷ്ടം തോന്നി. തന്നേക്കാൾ ബദ്രിക്ക് യോജിച്ചവൾ ഇവളാണെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ബദ്രിയെ വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വരരുതേ എന്നവൾ പ്രാർത്ഥിച്ചു. ഏറെ നേരം സംസാരിച്ച് ദക്ഷ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പരസ്പരം രണ്ടുപേർക്കും ബദ്രിയുടെ വിഷയം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഇനിയൊരവസരം തന്നാൽ ബദ്രിയെ സ്വീകരിക്കുമോ എന്ന് ദക്ഷക്കും. ഇനിയൊരു തിരിച്ചുവരവ് തന്നിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് ശിവക്കും പറയണമെന്നുണ്ടായിരുന്നു. പറയാനും ചോദിക്കാനും വന്നത് വിഴുങ്ങി രണ്ടുപേരും അവരവരുടെ റൂമിൽ കയറി. വയസ്സ് എത്രയായെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? അങ്ങനെ ഒരു ബോധമില്ലെങ്കിലും ഞങ്ങൾക്കുണ്ട്. വയസ്സായി വരുവാ. അതിനു മുന്നേ നിനക്കൊരു കുടുംബമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോടാ? ആദ്യം കലിപ്പിലും അവസാനം അച്ചുവിൻ്റെ കവളിൽ ആഞ്ഞുകുത്തിയും അരുന്ധതി പറഞ്ഞത് അച്ചു പിരികം പൊക്കി അവരെ ഒന്ന് നോക്കി. എന്താമ്മ, കഴിക്കാനും സമ്മതിക്കില്ലേ? ഇരുന്ന് കഴിച്ചോ, ഞാനൊന്നും പറയുന്നില്ല. അല്ലേലും എൻ്റെ വാക്കൊക്കെ ആര് കേൾക്കാനാ? സെൻറ്റി ആണെങ്കിൽ അത് വേണ്ടാട്ടോ. അത്രയും പറഞ്ഞ് കഴിക്കുന്നത് നിർത്തി അച്ചു എഴുന്നേറ്റു. ശങ്കറിനെ നോക്കിയെങ്കിലും അയാൾ കൈമലർത്തി വീണ്ടും ഫുഡടി തുടർന്നു. ഏട്ടാ, വേണി വിളിച്ചിരുന്നു. അച്ചുവിൻ്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്നറിയാൻ. രാത്രി ശങ്കറിൻ്റെ ദീർഘചിന്തയിൽ ഇടങ്കോലിട്ട് അരുന്ധതി വന്ന് പറഞ്ഞതും അയാൾ ചാരുകസേരയിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ വന്നിരുന്നു. ആനന്ദ് പറഞ്ഞത് അവൻ പറഞ്ഞിട്ടും അച്ചു സമ്മതിച്ചില്ല. എന്നാ അച്ചുവിന് ഏതോ കുട്ടിയോട് ഇഷ്ടമുണ്ടെന്നാ അവൻ പറയണേ. പക്ഷേ അതാരാണെന്ന് പറയുന്നില്ല. സത്യാണോ? പക്ഷേ അവനിതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ അമ്മയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ അവരോട് പറയാത്തതിൻ്റെ ചെറിയൊരു പരിഭവം അവരിൽ നിറഞ്ഞു.
ഞാൻ കരുതിയത് അവന് ശിവയോട് അടുപ്പെന്തേലും തോന്നുമെന്ന. ഇതിപ്പോ അത് സാരില്ല ഏട്ടാ. ആരായാലും അവൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചാൽ മതി. പഴയ കാലമൊന്നും ഓർമ്മ വരാതെ പഴയ അവസ്ഥയിലോട്ട് പോകാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടാ മതി. ഇനി എൻ്റെ കുട്ടിയെ അങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ വയ്യ. കണ്ണുനീരാൽ അവരുടെ നൊമ്പരം പുറത്തു വന്നു. ശങ്കർ ആശ്വസിപ്പിക്കാനെന്നോണം അവരെ ചേർത്ത് പിടിച്ചു. ശിവയെ മരുമകളായി വേണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നു. അയാൾക്കറിയില്ല താൻ ആഗ്രഹിച്ചതും മകൻ കണ്ടുവച്ചതും ഒരാളെ തന്നെയാണെന്ന്. രാവിലെ നിർത്താതെയുള്ള ഫോൺ ബെൽ കേട്ടാണ് ശിവ കണ്ണു തുറന്നത്. തീരെ താല്പര്യമില്ലാതെ നോക്കിയ അവൾ ഡിസ്പ്ലേയിൽ കാണിച്ച പേര് കണ്ട് ചാടി എഴുന്നേറ്റു. വേഗം തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. കാർ അയച്ചിട്ടുണ്ട്, 30 മിനിറ്റ്സിനുള്ളിൽ റെഡിയായി എത്തിയേക്കണം. ഹലോ പോലും പറയാൻ സമ്മതിക്കാതെ അത്രയും പറഞ്ഞ് അച്ചു കോൾ കട്ട് ചെയ്തു. ഇന്ന് ലീവ് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ വിളിച്ചു പോകാനോ? മുരടൻ കിഴങ്ങൻ വട്ടാണെന്ന് തോന്നുന്നു. വാക്കിന് വിലയില്ലാത്തവൻ. വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് ശിവ വേഗം ഫ്രഷ് ആവാൻ കയറി. അച്ചുവിനവളെ കാണാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് അവളെ വിളിച്ചതെന്ന് പെണ്ണിന് മനസ്സിലായില്ല. മേയ് ഡോർ നോക്ക് ചെയ്ത് ശിവ ചോദിച്ചതും എന്തോ ചിന്തയിലായിരുന്ന അച്ചു ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നു. അവനൊന്ന് നോക്കുക പോലും ചെയ്യാതെ ശിവ അവിടെയൊക്കെ ഒരുവിധം അവളാൽ കഴിയുന്ന പോലെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതൊന്നും ചെയ്യണ്ട, താൻ അവിടെ പോയി റെസ്റ്റ് എടുത്തോ. ഡോണ്ട് യു ഹിയർ മീ? പറയുന്നത് അവൻ പറഞ്ഞിട്ടും കേൾക്കാതെ വീണ്ടും അവിടെ എന്തൊക്കെയോ ചെയ്യുന്ന ശിവയോട് അച്ചു അലറിയതും അവൾ കയ്യിലുള്ള സാധനം അപ്പടി തറയിലിട്ടു. എന്താ സാറിൻ്റെ പ്രശ്നം? അച്ചുവിൻ്റെ മുന്നിലായി വന്ന് മാറിലായി കൈപ്പിണച്ച് കെട്ടി ശിവ ചോദിച്ചതും അച്ചു അവളെ ഒന്ന് കണ്ണുവിടർത്തി നോക്കി. അവളുടെ മുഖത്തിൽ വിരിയുന്ന ഭാവം കാണെ അവനിൽ കുസൃതി നിറഞ്ഞു. അതേ ചിരിയാലെ അവൾക്ക് മുന്നിൽ പോയി അവനും അതേപടി നിന്നു. എന്തേ? ഒരു കയ്യാലെ താടിയൊഴിഞ്ഞ് അവളോട് ചോദിച്ചു. അച്ചുവിൻ്റെ പെരുമാറ്റം അവൾക്ക് ഇഷ്ടമായില്ല. മാത്രവുമല്ല അവൻ്റെ ചോദ്യവും. അനിഷ്ടത്തോടെ മുഖം തിരിച്ച് ശിവ അവൾക്കായുള്ള സീറ്റിൽ പോയിരുന്നു. ചിലതൊക്കെ കണക്കുകൂട്ടി അച്ചുവും. മഹി, എനിക്കെന്തോ പാവം തോന്നാടാ രണ്ടുപേരെയും കണ്ടിട്ട്. നമുക്ക് രണ്ടുപേരോടും കാര്യം പറഞ്ഞാലോ? ഓഫീസിലേക്ക് പോകുമ്പോഴേ ദച്ചു പറഞ്ഞതും മഹി ഒരു സംശയത്തോടെ അവളെ നോക്കി. ആരോട്? അല്ല, എന്ത് കാര്യം? ബദ്രിയോട്. ആൻവിയാണ് ഇതെല്ലാത്തിനും കാരണമെന്നും അല്ലാതെ ശിവയുടെ ഭാഗത്തൊരു തെറ്റുമില്ലെന്നും നമുക്ക് പറയാം. ബദ്രി എന്തായാലും വിശ്വസിക്കും. ആഹാ, എന്നിട്ട്? ദച്ചു പറഞ്ഞു നിർത്തിയതും മഹി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിനൊന്നവൾ പല്ല് കടിച്ച് നിന്നോടൊക്കെ പറയാൻ വന്ന എന്നെ അടിക്കണം എന്ന് പെറുപെറുത്ത് തിരിഞ്ഞിരുന്നു. ദച്ചു, കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇപ്പോൾ പറഞ്ഞ ഐഡിയ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ നന്നായിട്ടില്ല. എടാ, നമ്മൾ പറഞ്ഞാണോ ബദ്രി ശിവയുടെ സത്യസന്ധത മനസ്സിലാക്കേണ്ടേ? ആണോ? പിന്നെ വെറുതെ പോയി ആൻവിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ ബദ്രി വിശ്വസിക്കോ? ഇല്ല. അതിനാദ്യം ബദ്രിക്ക് കിട്ടിയ ഫോട്ടോ ആൻവിയാണ് അയച്ചതെന്ന് തെളിയിക്കണം. നമ്മൾ എഫേർട്ട് എടുത്ത് ഇതൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതിനുള്ള വഴി ഒരുക്കി കൊടുക്കുക എന്നതാ. അതുവഴി ബദ്രി സത്യം മനസ്സിലാക്കട്ടെ. അല്ലാതെ നമ്മൾ പറഞ്ഞ് അവൻ സത്യം മനസ്സിലാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അവൻ്റെ തെറ്റ് മനസ്സിലാക്കി അവൻ അവളെ വിശ്വസിക്കണം, സ്വീകരിക്കണം. പറഞ്ഞു നിർത്തി മഹി നോക്കിയതും ദച്ചു കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അത് കണ്ടതും മഹി വണ്ടി സൈഡിൽ ഒതുക്കി. ദച്ചു, എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയില്ലടാ ബദ്രി, എനിക്കൊരുപാട് ഇഷ്ടം അവനെ. അവൻ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റണില്ല. ശിവയെ കണ്ട് അവൻ്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചാ പിടയണേ. ജീവിതകാലം മുഴുവൻ എനിക്ക് വേണം അവനെ എൻ്റെ സ്വന്തമാക്കാൻ. പക്ഷേ അവൻ്റെ സന്തോഷം അത് ശിവയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാ അവൻ എന്നെ സ്നേഹിക്കണേ? അതൊക്കെ ആലോചിക്കുമ്പോൾ അവനെയും ശിവയെയും ഒന്നിപ്പിക്കാൻ തോന്നുക. എന്നാൽ അതും എനിക്ക് വിഷമമുള്ളതാ. ദച്ചു കണ്ണ് നിറച്ചാണ് ഓരോന്ന് പറയുന്നത്. അപ്പോഴും കിളിപോയതുപോലെയാണ് മഹിയുടെ ഇരുത്തം. ദച്ചു പറഞ്ഞത് പകുതിയും അവന് മനസ്സിലായില്ല. അല്ല ദച്ചു, നീ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിനക്ക് ബദ്രിയെ വേണമെന്നാണോ? അതോ അവനെ സത്യം മനസ്സിലാക്കിപ്പിച്ച് ശിവയുമായി ഒന്നിപ്പിക്കാം എന്നാണോ? അതെനിക്കറിയില്ല. അടിപൊളി. മഹി അതും പറഞ്ഞ് ചിരിച്ചതും ദച്ചു മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു. അവനെ സത്യം മനസ്സിലാക്കി കൊടുക്കുകയും വേണം, അതിനൊപ്പം ദക്ഷയെ സ്നേഹിക്കുകയും വേണം. അതിനുള്ള വഴി ആലോചിച്ച് മഹി വണ്ടി ഓഫീസിലേക്ക് വിട്ടു. നിന്നോടല്ലേ പറഞ്ഞേ ഇതൊന്നും ചെയ്യേണ്ടെന്ന്? ശിവയുടെ കയ്യിലിരുന്ന ഫയൽ വാങ്ങി ടേബിളിലിട്ട് അവളോട് കലിപ്പിൽ ചോദിക്കുന്ന അച്ചുവിനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. വന്നതു മുതൽ അവളും ശ്രദ്ധിക്കുന്നതാ. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവിടെ ഇരിക്കണം, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ സ്വൈര്യം തരാതെ പറയുന്ന അച്ചുവിനെ. സത്യത്തിൽ സാറിന് എന്താ പ്രശ്നം? എൻ്റെ കൈ കൊണ്ടല്ലേ ജോലി ചെയ്യണേ, അല്ലാതെ വേറെ ആരും കൈയൊന്നും കടം വാങ്ങിയിട്ടില്ലല്ലോ. വല്ലാത്ത കഷ്ടാ ഇത്.